കല്യാണത്തിന് മുൻപും കല്യാണത്തിന് ശേഷവും പെൺകുട്ടികളുടെ ജീവിതം രണ്ട് ഏടുകളായിട്ട് നമുക്ക് തരംതിരിക്കാം. കാരണം പഠനങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ കൺമുമ്പിൽ കാണുന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. ഒരുപാട് സ്വപ്നങ്ങളോടും പ്രതീക്ഷകളോടും കൂടി വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടികൾ ഒന്നെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ മരണപ്പെടുക, കൊന്നുകളയുക, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പാമ്പ് കടിയേറ്റോ വിഷം കലർത്തിയോ കറണ്ടടിപ്പിച്ചോ കൊല്ലുക, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്യുക. അതും കല്യാണത്തിന് ശേഷം ഏതോ കൂടി വന്നാൽ ഒരു മാസം പോലും തികയാത്ത ബന്ധത്തിൻ്റെ പേരിൽ എന്തെല്ലാം ദുരനുഭവങ്ങളാണ് നമ്മുടെ യുവതികൾ, മലയാളി യുവതികൾ, അല്ലെങ്കിൽ ലോകത്തുള്ള യുവതികൾ എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും മലയാളി യുവതികൾ നമ്മുടെ കൺമുമ്പിൽ നേരിടുന്നതെന്ന് ഓർക്കുമ്പോൾ പേടിയാവുകയാണ്. എന്ത് പറയുന്നു പൗർണമി? അതെ, ഷാരി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നമ്മളിപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ കാരണം മറ്റൊന്നുമല്ല. ഇപ്പോൾ റിസൻ്റ്ലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം കൊണ്ടോട്ടിയിൽ ഷഹാന മുംതാസ് എന്ന് പറയുന്ന ഒരു കുട്ടി, 19 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം, പുള്ളിക്കാരി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജീവൻ നഷ്ടമായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനു മുമ്പും നമ്മൾ ഒരുപാട് ഇതുപോലുള്ള ഉത്രയൊക്കെ അതും വെറൈറ്റി ആയിട്ട് രീതിയിൽ അവൻ കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. പാമ്പ് കടിപ്പിച്ചു. ഒന്നല്ല 2 തവണ. അത് ഭയങ്കര ബുദ്ധി തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ആദ്യത്തെ തവണയായിരുന്നു മരണപ്പെട്ടതെങ്കിൽ തീർച്ചയായും അത് പുറംലോകം അറിയില്ല. സ്വാഭാവിക മരണം, പാമ്പ് കടിയേറ്റു മരിച്ചു എന്ന രീതിയിൽ പോയേനെ. പക്ഷെ രണ്ടാമതേ അതേ മണ്ടത്തരം തന്നെ ആവർത്തിച്ചതുകൊണ്ട് അവൻ കുടുങ്ങി. പക്ഷെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് അതൊന്നുമല്ല. ഇപ്പോൾ വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബിരുദധാരി, അല്ലെങ്കിൽ ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരുന്നത്, അതും 1ാം വർഷ കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ 1ാം വർഷ ഗണിതശാസ്ത്രത്തിൽ 1ാം വർഷം പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു. 7 മാസങ്ങൾക്ക് മുൻപ്, അതായത് മെയ് 27-നായിരുന്നു ഈ കുട്ടിയുടെ വിവാഹം അല്ലെങ്കിൽ നിക്കാഹ്. വിവാഹത്തിന് ശേഷം 20 ദിവസം മാത്രമേ ആ കുട്ടി ദാമ്പത്യ ജീവിതം നയിച്ചുള്ളൂ. കാരണം അതിനുശേഷം ഭർത്താവ് ഗൾഫിലായിരുന്നു. അപ്പോൾ മറ്റൊന്നുമല്ല, ശരിക്കറിയോ കാരണം എന്താണെന്ന്? ഭർത്താവ് അവിടെ ഇല്ല. ഭർത്താവിന്റെ വീട്ടുകാർ കുട്ടിക്ക് നിറം കുറവാണ് പറയുന്ന, അല്ലെങ്കിൽ അറേഞ്ച് മാരേജ്. കുട്ടിക്ക് നിറം കുറവാണ്, കുട്ടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ പൊതുവെ നോർമലി സംസാരിക്കുന്ന ഭാഷാ ശൈലി ശരിയല്ല. ഇതൊക്കെ പറഞ്ഞ ഒരാളെ, അതായത് 19 വയസ്സ് പ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം ഏത് രീതിയിലായിരിക്കും മധുരമുള്ള കാലഘട്ടം നമ്മൾ കരുതിയിരുന്ന കാലഘട്ടം. അതെ. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുമ്പോൾ അവളുടെ മനസ്സിൽ അത് ഏത് രീതിയിൽ ബാധിക്കും, അല്ലെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് അവളുടെ ജീവൻ അവൾ ബലി ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. കുട്ടി ആരോടും പറഞ്ഞിരുന്നില്ല. അതിന് പേടിയുണ്ടാവാം. 19 വയസ്സ് പ്രായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ, മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി അറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല, വീട്ടിൽ തിരിച്ചു പോകണോ, വീട്ടുകാരോട് എന്ത് പറയും, എന്ത് പ്രശ്നം പറയും, ഇത് എൻ്റെ കുഴപ്പമാണോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ എന്തു തന്നെ ആയാലും കുട്ടി കോളേജിൽ പോകുന്നുണ്ടായിരുന്നു. കോളേജിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ പഠനത്തിൽ പിന്നോട്ട് പോവുകയും അത് കുട്ടി വിഷമത്തിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടുകാരുമായിട്ട് ഫാക്കൽറ്റീസ് സംസാരിച്ചിട്ടുണ്ടാവും. അതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ കുട്ടി നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പറയുന്നത്. ശരിയാ, നമ്മുടെ നാട്ടിൽ വെറും 19 വയസ്സ്, ഇപ്പം മലപ്പുറം ഏരിയയിലൊക്കെ കൂടുതലും പ്രായത്തിന് മുൻപ്, അല്ലെങ്കിൽ ഈ ഒരു പ്രായപൂർത്തിയായി 18 വയസ്സിന് ശേഷം ഉടനെ തന്നെ കല്യാണം കഴിച്ചു വിടുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇന്നത്തെ ഈ കാലത്ത്, അതായത് ഈ ജനറേഷനിൽ കുട്ടികളെ ഇത്രയും നേരത്തെ കല്യാണം കഴിച്ചു വിടേണ്ട കാര്യമുണ്ടോ? സത്യത്തിൽ ഞാൻ ഈ പെൺകുട്ടികളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സത്യത്തിൽ പൗർണമിക്കറിയാം, ഞാനിപ്പോൾ കുട്ടികളുടെ വിവാഹം കാണാൻ പോകാറില്ല. ആക്ച്വലി ഞാൻ അതായത് മരണവും വിവാഹവും എവിടെയെങ്കിലും ഇത് പറയണമെന്ന് ഒരിക്കൽ കരുതിയിരുന്നതാണ്. മരണവും വിവാഹവും ഈക്വൽ ആണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെയാണ് അതിൻ്റെ പൗർണമി ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരണത്തിന് ആൾക്കാരെ ക്ഷണിക്കാതെ വരും. അവരെല്ലാവരും കരയും, നമ്മളൊന്നും അറിയാതെ സുഖിച്ച് കിടക്കും, നമ്മൾ അങ്ങ് പോകും. തിരിച്ച് കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കും. ഞാൻ എൻ്റെ സ്വന്തം ഒരു ഇമാജിനേഷനാണ് ഞാൻ പറയുന്നത്. നമ്മൾ വിളിച്ച ആൾക്കാരെ വരുത്തുന്നു, പെൺകുട്ടി മാത്രം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾക്ക് അത്രയും വിഷമമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പെൺകുട്ടികൾ മാത്രം സ്വന്തം മാതാപിതാക്കളെയും, എസ്പെഷ്യലി മാതാപിതാക്കളെയും വീട്ടുകാരെയൊക്കെ പോകുന്നതിൻ്റെ ഒരു വേറൊരു, നമ്മളെല്ലാവരും വിവാഹം കഴിച്ചവരാണല്ലേ, ആ ഒരു വേറൊരു തലത്തിൽ ഒരു ബോധവും ഇല്ലാതെ ഒരു യാന്ത്രിക പാവയെ പോലെ നമ്മളിങ്ങനെ ആ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു മരപ്പാവയെ പോലെ നിൽക്കുന്നു. ചുറ്റിനും ആൾക്കാർ, കോലാഹലങ്ങൾ, സന്തോഷം, സദ്യ കഴിക്കുന്നു, പായസം കഴിക്കുന്നു, യാത്രയാക്കുന്നു, റിസപ്ഷൻ നടത്തുന്നു, ബിരിയാണി കഴിക്കുന്നു, അങ്ങനെ കൊലാലത്തോട് അവസാനം അവള് മാത്രം ഒറ്റയ്ക്ക് വേറൊരു വീട്ടിലേക്ക് പറിച്ചു നടുകയാണ്. ഒരു 10, 20, 25 വർഷം ഒരു വീട്ടിലെ രാജകുമാരിയെ പോലെ. അത് പാവപ്പെട്ടവനോ പണക്കാരനോ സാധാരണക്കാരനോ മിഡിൽ ക്ലാസ്സോ ആരും ആയിക്കോട്ടെ, പക്ഷേ ഒരു രാജകുമാരിയെ അവരുടെ ഒരു പുന്നാരയെ പോലെ വളർത്തിയിട്ട് പഠിപ്പിച്ചിട്ട് അതെല്ലാം കൊണ്ട് വേറൊരുത്തൻ്റെ അടുക്കളയിലേക്ക് കൊണ്ടിടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവൻ്റെ ആ നടുത്തളത്തിലേക്ക് അവൻ്റെ വീട്ടുകാർക്കും അവൻ്റെ നാത്തൂന്മാർക്കും അല്ലെങ്കിൽ അവൻ്റെ ബന്ധുമിത്രാദികൾക്കും പീഡിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇന്ന് പെൺകുട്ടികൾക്ക് സംജാതമായിരിക്കുന്നത്. ഒരു കഥാപാത്രം. ഇത് സത്യത്തിൽ പാരൻസിനെയാണ് ഞാൻ ആദ്യം ഇതിനകത്ത് പറയുന്നത്. കാരണം ഈ 19 വയസ്സിൽ ആ പെൺകുട്ടിയെ കെട്ടിക്കാൻ കാണിച്ച അവരുടെ ഉപ്പയുടെ ഉമ്മയുടെ മനസ്സ്, അതിന് ആദ്യമേ നമ്മളൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. കാരണം മലപ്പുറം ആയിക്കോട്ടെ, കൊണ്ടോട്ടി ആയിക്കോട്ടെ, കാസർഗോഡ്, ഏത് സ്ഥലവും ആയിക്കോട്ടെ,
ആയിക്കോട്ടെ, മക്കളെന്ന് പറയുന്നത് നിങ്ങൾ അല്ലെങ്കിൽ ജനിക്കുമ്പോഴേ അവരെ അങ്ങ് കൊന്നു കളഞ്ഞുകൂടെ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വളർത്തി വലുതാക്കി ഇത്രയും നന്നായിട്ട് മാത്തമാറ്റിക്സിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, മാത്തമാറ്റിക്സിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവള് ബുദ്ധിമതിയാണ്. ആ കുട്ടിയുടെ ഫോട്ടോ കൊണ്ട്, നല്ല സുന്ദരി കുട്ടി, പിന്നെ മണവാട്ടിയുടെ വേഷത്തിൽ എത്ര മനോഹരിയായിരിക്കുന്നു അവള്. കുട്ടിയോടാണ് പറഞ്ഞത് നിറം കുറവാണ് അല്ലെ നീ കറുത്താണ്. അത് മാത്രമല്ല അവളെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചല്ലേ മനസ്സിന് വേദനിപ്പിച്ച ഒരു കാര്യം, നീ കോളേജിൽ പോകുമ്പോഴാണെങ്കിലും പുറത്തു പോകുമ്പോഴാണെങ്കിലും വെയിൽ കൊള്ളരുത്, ബാക്കി ഇനിയും നീ കറുത്തു പോകും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവന്റെ കണ്ണിൽ കുരുവായിരുന്നു. ഈ കല്യാണം കഴിച്ചവന്റെ കണ്ണില്, ഇവളുടെ ഭർത്താവ് എന്ന് പറയുന്ന നരാധമന്റെ കണ്ണിൽ കുരുവായിരുന്നു. അല്ലെങ്കിൽ എന്തായാലും അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് അദ്ദേഹത്തിന് അവളുടെ വാപ്പ പറഞ്ഞിട്ടുണ്ട്. ഒരു മേക്കപ്പും ഇല്ലാതെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും അല്ലെ? വേണ്ടാന്നുണ്ടെങ്കിൽ ആദ്യമേ അവർക്ക് നോ പറയാമായിരുന്നു. എന്തുകൊണ്ടാണ് അവർ പറയാതിരുന്നത്? കല്യാണത്തിന് ഇവർക്ക് വാക്കുറപ്പിക്കൽ ഉണ്ടായിരിക്കാം, അതിനുശേഷം നിക്കാഹ് ഉണ്ടാവും, ഇതിനൊക്കെ ഇവന് പറയാമായിരുന്നു. ഇതൊന്നും പറയാതെ ആ പെൺകുട്ടിയെ, അവളെ ഒരു എന്താ പറയാ, വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള, വളരെ ഒരു പൂമുട്ടിനെ ഞെരിച്ചമർത്തി അവന് ഉപയോഗിച്ചതിന് ശേഷം 1 or 2 ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ വിവാഹം കഴിഞ്ഞു, അവനുമായിട്ട് കിടക്ക പങ്കിടുകയോ ശരീരബന്ധത്തിൽ ഏർപ്പെടുകയോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവളെ ഉപയോഗിച്ചു. എന്നിട്ട് 20 ദിവസത്തിന് ശേഷം അവന്റെ പൊടിയും തട്ടി പോയിട്ട് ഗൾഫിൽ നിന്ന് വിളിച്ചു പറയാണ്, നിനക്ക് നിറം കുറവാണ്, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഇതൊക്കെ എവിടെ? ഇതിന്റെയൊക്കെ നിയമം എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ജീവനൊന്നും, പെൺകുട്ടികളുടെ ജീവനൊന്നും ഒരു വിലയില്ലേ? സത്യത്തിൽ ഞാൻ നിയമത്തെ മാത്രം പറയില്ല, ഇതിന് പോലീസുകാരും നമ്മുടെ കൗൺസിലേഴ്സും ഒക്കെ പറയുന്നത് പോലെ മാതാപിതാക്കൾ, അവന്റെ കുടുംബത്തിൽ നിന്നാണ് ആദ്യം ഇതിന്റെ ഒരു മാറ്റം ഉണ്ടാവേണ്ടത്. കാരണം അല്ല, കുട്ടികൾ പഠിക്കട്ടെ. ആ കുട്ടി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് ഇത്രയും വേഗം കല്യാണം നടത്തി കൊടുക്കേണ്ട കാര്യം എന്താ? അത് പഠിച്ചു സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആകുമ്പോൾ, അല്ലെ ഒരു 24 വയസ്സ്, അല്ലെ ഒരു 25 26 ആയിക്കോട്ടെ, സ്വന്തമായിട്ട് തോന്നുന്നു ഓക്കെ ഇനി എനിക്കൊരു പങ്കാളിയാവാം. അതെ അല്ലെ? ഞാൻ ചോദിക്കട്ടെ, എത്ര കേസുകളായി? ഇപ്പൊ ശ്രുതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, കഴിഞ്ഞ ദിവസം ഇന്ദുജ എന്ന് പറഞ്ഞ പെൺകുട്ടി, വിസ്മയ, അങ്ങനെ വിസ്മയൊക്കെ നല്ല സുന്ദരി എന്നുള്ള ചിരിയൊക്കെ ഇന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ആ വാർത്ത, ആയുർവേദ ഡോക്ടർ കിരൺകുമാർ, അവനും കാണാൻ എടുക്കാൻ, എന്തിന്റെ ഗവൺമെന്റ് ജോലി, അവന് ഹെൽത്ത് മറ്റേ MPD ആയിരുന്നില്ല, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് വിവാഹം നടത്തി? വിവാഹം എന്ന കൂതാശ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ടുപേർക്ക് പരസ്പരം ഒരു ജീവിതം, ഒരു വേറൊരു കുടുംബം ഉണ്ടാക്കാനാണ് നമ്മൾ വിവാഹം കഴിപ്പിക്കുന്നതെന്ന് പറയുന്നത്. ഇന്നത്തെ ഈ കാലത്ത് പകരം ഇന്നതൊരു ശവമഞ്ചമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കുട്ടികൾക്കും. ഈ ഒരു ജനറേഷൻ, അല്ലെ ഈ ഒരു 2025 കാലഘട്ടത്തിൽ നിറത്തിന്റെ പേരിലൊക്കെ പറയാന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ മനസ്സൊന്ന് ആലോചിക്കുക. നിറത്തിന്റെ പേരിൽ ഇപ്പോ ആ മരിച്ച കുട്ടിയാണേലും അവൾക്ക് തട്ടിത്തെറിപ്പിച്ചിട്ട് അവളുടെ ലൈഫ് നോക്കി അവൾക്ക് പോവായിരുന്നു. പക്ഷെ അവൾക്ക് ഉള്ളിൽ പേടി, കാരണം ആ ഒരു സപ്പോർട്ട് അവൾക്ക് കിട്ടുമോ? അതാണ് പോയിന്റ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ പൗർണമിയെ കല്യാണം കഴിച്ച് വിടുന്ന ഒരു വീട്ടിലേക്ക്, അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിച്ച വീട്ടിലേക്ക് മോശമായിട്ട് ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ, എനിക്ക് വേണ്ട നിന്നെ എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ 99% പെൺകൾക്കും പറ്റില്ല. ബിക്കോസ് അവരുടെ അച്ഛനും അമ്മയും അവിടെ അവളെ കാത്തിരിക്കുന്ന വലിയ കടബാധ്യതകൾ എന്തായാലും വളരെ കുറച്ച് ആൾക്കാരുണ്ട്. റെഡി ക്യാഷിന്, റൊക്കം കാശിന് പെൺകുട്ടികളെ കെട്ടിച്ചത്. ബാക്കി എല്ലാവരും ലോൺ എടുത്തും വീട് പണയപ്പെടുത്തിയും കടം മേടിച്ചും പലിശക്കെടുത്തും ഒക്കെ തന്നെയാണ് പെൺമക്കളെ കെട്ടിച്ചു വിടുന്നത്. അവരെ പഠിപ്പിച്ചതിന്റെ ലോൺ ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഒരു ജോലി മേടിച്ചതിന്റെ ലോൺ ഉണ്ടാവും. ഈ പറയുന്ന പോലെ ഇതെല്ലാം ബാധ്യതകളുമാക്കി മകളെ കെട്ടിച്ചു വിടുന്നതിന്റെ ആശ്വാസം. ഞാനൊന്ന് ചോദിക്കട്ടെ, അന്യവനായ ഒരുത്തന്റെ കൂടെ, പലവരുടെയും കൂടെ ബൈക്കിൽ കയറി അവൾ കോളേജിൽ നിന്ന് പുറം വഴി വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന അച്ഛനും അമ്മയും എന്തുകൊണ്ടാണ് ഒരു പരിചയമില്ലാത്ത ഒരുത്തന്റെ കൂടെ ഇത്രയും കാശ് അങ്ങോട്ട് കൊടുത്ത്, അല്ലെങ്കിൽ ഇത്രയും ആഡംബരമായിട്ട് കല്യാണം നടത്തി വിടുന്നതിന്റെ ആ ഒരു ലോജിക്ക് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ഇവർക്കൊക്കെ സത്യത്തിൽ നമ്മുടെ ആദ്യം കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ പാരൻസിനാണ്. ഇപ്പൊ എന്റെ മോളെയാണ് ഞാൻ വിവാഹം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സീരിയസ്ലി ഞാൻ അവളെ ഒരിക്കലും, ഇപ്പൊ ഈ ക്യാമറ ഒരിക്കലും നിർബന്ധിക്കത്തില്ല ഞാനൊരു വിവാഹത്തിന് വേണ്ടി. അവൾക്ക് ഇഷ്ടമുള്ള പോലെ നടക്കട്ടെ. വിവാഹം ഈസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ ലൈഫ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വളരെ ഈ പറയുന്ന പോലെ വിവാഹം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു ജീവിതമല്ല ലൈഫ് എന്ന്. അത് വളരെ പ്രഷ്യസ് ആണ്. എത്രയോ ആളുകൾ ഇപ്പം വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹം വേണ്ടാന്ന് വെച്ചിട്ട് ഇതൊന്നും അല്ലെങ്കിൽ വിവാഹം കഴിച്ച് അതിനകത്ത് പരാജയപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എന്റെ പങ്കാളിൽ എനിക്കത് പറ്റില്ല, എനിക്ക് ഒരാളുടെ അടിയും ഇടിയും തൊഴിയും കൊള്ളാൻ വയ്യ, എനിക്ക് എന്റേതായ വ്യക്തിത്വം ഉണ്ട്, എനിക്ക് എന്റേതായ കാഴ്ചപ്പാടുകളുണ്ട്, എനിക്ക് എന്റേതായ ജീവിതമുണ്ട്. അത് ഇങ്ങനെ ഒരാൾക്ക് മറ്റാർക്കെങ്കിലും വേണ്ടിയോ അടിയറവ് പറയാനല്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങപ്പെടുന്ന, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന, സ്വന്തം കാര്യം നോക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുള്ള, സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എത്ര സിംഗിൾ മദേഴ്സ് ഉണ്ട്. അതെ, ഞാൻ പറയുന്നത് വിവാഹം എന്ന ആ ഒരു പരീക്ഷണ വസ്തുവാകാൻ നിൽക്കാതെ പകരം നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കരിയർ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ട്രാവലിംഗ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, നിങ്ങളുടെ ആരോഗ്യം, ഇതൊക്കെയാണ് വലിയ ധനമെന്ന് ചെറുതിലെ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുക. പല സ്കൂളുകളിലും കൗൺസിലിംഗ് ക്ലാസ് മസ്റ്റായിട്ട് വെക്കണം. ഞാൻ പറയുന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായിട്ട് പ്രതിരോധ ക്ലാസ്സുകൾ വെക്കുക. അതുപോലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും
ആൺകുട്ടികൾക്കും കൊടുക്കണം. വിവാഹത്തിന് ഇമ്പോർട്ടൻസ് എന്താണെന്നോ, വിവാഹത്തിന് ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നോ, അതെ, ലൈഫില് ലീസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കണം. ലൈഫിൽ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സാധനമാണ് വിവാഹം എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അത് എത്രമാത്രം ഒരു പങ്കാളിത്തം എന്ന് പറയുന്നതിന്റെ വാസ്റ്റ്നെസ്സും അതിന്റെ ബ്യൂട്ടിയും അതിന്റെ മനോഹാരിതയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു കൗൺസിലറെയൊക്കെ സ്കൂൾ തലങ്ങളിൽ തന്നെ, അതൊരു 5ാം ക്ലാസ് തൊട്ട്, അല്ലെങ്കിൽ വേണ്ട ഒരു ടീൻ പ്രായം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ആണിനും പെണ്ണിനും കൊടുത്തു വളർത്തുക. എങ്കിൽ ഇനി വരാനിരിക്കുന്ന തലമുറകളിൽ ഇതുപോലുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും, പ്രത്യേകിച്ചും മാരേജ്, അതായത് വിവാഹ കൊലപാതകങ്ങളും വിവാഹ ആത്മഹത്യകളും ഇല്ലാതാക്കാനെങ്കിലും അത് ഉപകരിക്കും. ശരിക, ഇപ്പം ഇത് മാത്രമല്ല, ഈ കുട്ടിയുടെ ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാനസികമായിട്ട് ഇത്രയും പീഡനങ്ങൾ നേരിടുന്നുണ്ട് എന്ന് സ്വന്തം അമ്മയോടും അല്ലെങ്കിൽ വീട്ടുകാരോടും ബന്ധുക്കളോടും പറഞ്ഞതിന് ശേഷം ഇവര് ഈ ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് സംസാരിക്കാനായിട്ട് പോയി. സംസാരിക്കാൻ ചെന്നപ്പോൾ ആ സംസാരത്തിനിടയിൽ ഇവരുടെ മുന്നിൽ വെച്ച്, അതായത് സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ വെച്ചും ഇവര് ഈ കുട്ടിയെ ഷഹാന മുംതാസിനോട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കും. അത് മാത്രമല്ല, ആ കുട്ടിയോട് പറയാണ്, ആകെ 20 ദിവസമല്ലേ നീ ഒന്നിച്ച് ജീവിച്ചുള്ളൂ, നിനക്ക് വേറെ ബന്ധമാണെങ്കിലും കിട്ടില്ലേ, എന്തിനാ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. ഈ ഒരു മാനസിക അല്ലെ ഈ ഒരു സംസാരത്തിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് കേട്ട് സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഈ കുട്ടി ഈ ഭർത്താവിന്റെ അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നാണ് ഒരു ബന്ധു കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയുണ്ടായത്. അപ്പം ഇത് ഇത്തരത്തിലുള്ള മനോവൈകല്യം നിറഞ്ഞ വാക്കുകൾ ഒരു സ്ത്രീയെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുന്നത്? ഇത് സത്യത്തിൽ ആ കുട്ടിയുടെ പ്രായം നോക്കും. ഞാൻ പറഞ്ഞില്ലേ, പാരൻസിനാണ് ആദ്യം പറഞ്ഞത്. അവൾ അതിനുള്ള മെച്യൂർഡ് ആയിട്ടില്ല, ആ പ്രായം ആയിട്ടില്ല. അവളുടെ ചിന്താഗതി മുഴുവനും ഇനിയിപ്പോൾ എൻ്റെ കല്യാണം മുടങ്ങിയാൽ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ കുഞ്ഞിയുടെ മാനസിക ആരോഗ്യം തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന പ്രായവേദന ആയിട്ടുള്ളൂ. പക്ഷേ അതൊക്കെ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്, ഒരു 10ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ ഒരു 13 വയസ്സ് തൊട്ട് 8ാം ക്ലാസ് തൊട്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള പവർ കൗൺസിലേഴ്സ് വഴിയോ ടീച്ചർമാർ വഴിയോ അധ്യാപകർ വഴി കൊടുക്കണം. മാരേജ് ഈസ് നോട്ട് അറ്റ് ഓൾ ദ എൻഡ് ഓഫ് യുവർ ലൈഫ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇനിയുള്ള തലമുറയെ വളർത്തുക. അങ്ങനെ വളർത്തിയില്ലെങ്കിൽ ഏറ്റവും വലിയ വിപത്താണ് ഇനി കേരള സമൂഹം നേരിടാനിരിക്കുന്നത്.